രണ്ടാമത്തെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ ഇതാ ജനാധിപത്യ ഭരണത്തെ നോക്കി പ്രവചിച്ചത് ഇങ്ങനെയാണ്. ഒന്ന് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യെശയ്യാവ് വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒന്ന് വായിക്കാം. രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും. കരമുയർത്തി ഒരു നല്ല സ്വോത്രം പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നല്ല ഗ്ലോറി പറഞ്ഞാട്ടെ. ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ എന്ത് ചെയ്യും? തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഒരു ഭാഗം കേട്ടതാണ്. മഹാത്മാ ഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്, ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. ആമേ. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ഞങ്ങൾ പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഞങ്ങളുടെ രാഷ്ട്രപിതാവ്. എല്ലാവരും പറഞ്ഞു അദ്ദേഹം യേശു ക്രിസ്തുവിനെ പോലെ ഉള്ള വ്യക്തിയാണെന്ന്. അല്ല, യേശു ക്രിസ്തുവിനെ പോലെ യേശു മാത്രമേ ഉള്ളൂ. സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അത് അവർക്കും ഇവർക്കും യേശുവിനെ പോലെ പറ്റാൻ കഴിയത്തില്ല. യേശുവിനെ പോലെ ആകണമെങ്കിൽ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാ യേശുവിനെ പോലെ എന്ന് പറയുന്നത്? അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വന്നിട്ട് അദ്ദേഹത്തിനെ അടക്കം ചെയ്ത് ശാന്തി കവാടത്തിൽ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങ് യേശുവിനെ പോലെ നല്ല ഉപദേശം പറഞ്ഞു ജീവിച്ച ആളല്ലേ, എന്തുകൊണ്ടാ യേശു ഉയർത്തെണീറ്റത് പോലെ അങ്ങ് ഉയർത്തെണീക്കാത്തത്? ഞങ്ങൾ ചിന്തിച്ചു അങ്ങ് ഉയർത്തെണീക്കുമെന്ന്. നോ, അങ്ങനെ ആർക്കും പറ്റത്തില്ല. അത് യേശുവിന് മാത്രമേ ഉയർക്കാൻ പറ്റത്തുള്ളൂ. കാര്യമെന്താ? യേശു മരിച്ചത് ഒരു രാഷ്ട്രത്തിനു വേണ്ടിയല്ല. യേശു മരിച്ചത് സർവ്വലോകത്തിന്റെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. യേശു മരിച്ചത് മാനവരാക്ഷിയെ രക്ഷിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് യേശു ഉയർക്കും. രാജ്യത്തിന് വേണ്ടി മരിക്കുന്നവർ, പട്ടണത്തിന് വേണ്ടി മരിക്കുന്നവർ നോ, ഉയർക്കത്തില്ല. യേശുവിനെ പോലെ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കരമുയർത്തി നല്ല സ്തോത്രം പറയട്ടെ. ശ്രദ്ധിക്കണം ദൈവമക്കളെ. ആമേ, സ്തോത്രം. ബൈബിൾ പറയുന്നു രാജ്യത്തിന്റെ തൂണുകൾ തകരും. അല്ലേ? നമ്മളൊന്ന് ഓരോന്ന് പഠിച്ചു നോക്ക്. ഹല്ലേലൂയ. ഒരു കാലഘട്ടം പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി വരുമ്പോൾ, ആമേ സ്വത്രം, ഇന്ത്യക്ക് എതിരെയുള്ള സംവിധാനങ്ങൾ കടത്തിവിടുമ്പോൾ, ആമേ സ്വത്രം, അമേരിക്കയിൽ നിന്നൊരു ഫോൺ കോൾ വരികയാണ്. ആമേ, ഇന്ത്യ ഉടൻ തന്നെ യുദ്ധ കപ്പലുകളെ പിൻവലിക്കണം. ആരോടാ പറയുന്നത്? ഞങ്ങൾ വാഴ്ത്തിപ്പറയുന്ന സിംഗി എന്ന് സമൂഹം ഉയർത്തുന്ന ഇന്ദിരാഗാന്ധി എന്ന തന്റെ ഇടയായ പ്രധാനമന്ത്രി ലോകം ഈ ഇന്ത്യ ഭരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അമേരിക്കയല്ല ആരുടെ വട്ടാലും ശരി, എന്റെ രാജ്യത്തെ കാക്കാൻ എനിക്ക് കഴിയും. അമേരിക്കയോട് ശക്തിയോട് എതിർത്തു നിന്ന ഇന്ദിരാഗാന്ധി എവിടെ പോയി? നശിച്ചുപോയി, തകർന്നുപോയി. രാജ്യത്തെ നോക്ക്, എല്ലാവരും തകർന്നുപോയി. വിശുദ്ധ ബൈബിൾ പറയുന്നു രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും. എന്തുകൊണ്ടാണ് തകരുന്നത്? നീതിയോടുകൂടെ ഈ ലോകം ഭരിക്കാൻ ഒരുവൻ വരാൻ സമയമായി. കരം തട്ടിയൊന്ന് ആരാധിക്കാമോ? ഈ ലോകത്തെ നീതിയോടെ ഭരിക്കാൻ ഒരുവൻ വരാൻ സമയമായി. അവന്റെ പേര് യേശു ക്രിസ്തു. കരം തട്ടി ഒന്ന് ആരാധിക്ക്. കരം തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിക്ക്. യേശു വരുവാൻ സമയമായി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം ആമേ സ്തോത്രം 32:1 അവിടെ പറയുന്നു, നീതിയോടുകൂടെ ഒരു രാജാവ് ഈ ലോകം ഭരിക്കും. കരമുയർത്തി ഒരു നല്ല സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കള് നീതി കിട്ടിയില്ലേ? ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ആമേ സ്തോത്രം. ആമേ പഞ്ചായത്ത് നമ്പർ, ആമേ വീട് വെച്ച് തരാം, ബാത്റൂം പണി തരാം എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കുന്നില്ലേ? ഭാരപ്പെടണ്ട.
Praise the Lord. ആമേ, കുഴപ്പമില്ല. ആമേ, സഹോദരി, ചേച്ചി, ഞാൻ നിങ്ങൾക്ക് വീട് വെച്ച് തരും. ഞാൻ എന്ന് പഞ്ചായത്തിൽ കയറിയോ മുനിസിപ്പാലിറ്റി കയറിയോ അന്നേരം എനിക്ക് വീട് വെച്ച് തരുമെന്ന് വാക്ക് പറഞ്ഞ നമ്പർ വാക്ക് മാറിയോ? കുഴപ്പമില്ല. കാര്യമെന്താ? അവർക്കാർക്കും നീതി ചെയ്യാൻ പറ്റത്തില്ല, ന്യായമായി ഭരിക്കാൻ കഴിയത്തില്ല. എന്നാൽ നീതിയോടെ ഭരിക്കാൻ, ന്യായത്തോടെ ഭരിക്കാൻ, എല്ലാവർക്കും എല്ലാം കൊടുത്തു ഭരിക്കാൻ ഒരു രാജാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? കരം തട്ടി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പാടുന്നത്, നീതിയോടെ രാജ്യം ഭാരമേക്കാൻ ഭൂമിയിൽ വേഗം വരുന്ന നാമോ. Praise the Lord. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ തട്ടി ഒന്ന് പറയുന്ന സന്തോഷിക്കേ. ഹല്ലേലൂയ. ഞാൻ യേശുവിനെയല്ലേ പറയുന്നത്. ഇന്ന് രാത്രി ഒന്ന് കരം തട്ടി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കേ. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് കരങ്ങളെ തട്ടി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Praise the Lord. ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. നീതിയോടെ രാജ്യം ഭാരമേക്കാൻ ഭൂമി വേഗം വരുന്ന നാമോ. നീതിയോടെ രാജ്യം ഭാരമേക്കാൻ ഭൂമി വേഗം വരുന്ന നാമോ. നാടുവാഴികളും തന്റെ ശുദ്ധരുമായി ദാസനത്തിൽ വാഴുന്നാമോ. നാടുവാഴികളും തന്റെ ശുദ്ധരുമായി സിംഹാസനത്തിൽ വാഴുന്നാമോ. യേശുനാമം അതിശയനാമം ഏഴേലിക്കുന്ന നാമോ. യേശുനാമം അതിശയനാമം ഏഴേലി